നമസ്കാരം, ഞാൻ ഡോക്ടർ ആര്യ മിത്ര. ഇന്ന് കോമൺ ആയിട്ട് ആളുകൾ പറയുന്നൊരു വിഷയമാണ് അസിഡിറ്റി. അപ്പം എന്താണ് ഇതിൻ്റെ കാരണങ്ങളെന്ന് പരിശോധിക്കാം. അത് സ്ഥിരമായിട്ട് എന്തെങ്കിലും മെഡിസിൻസ് എടുത്തുകൊണ്ടിരിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് അസിഡിറ്റി ഒരു പ്രശ്നമായിട്ട് പറയാറുണ്ട്. അതുപോലെ നമ്മളെന്തെങ്കിലും ടെൻഷൻ, സ്ട്രെസ്സ്, ഉത്കണ്ഠ തുടങ്ങിയവ സ്ഥിരമായിട്ട് ഉള്ള ആളുകളാണെങ്കിൽ ചിലപ്പോൾ അസിഡിറ്റി ഒരു പ്രശ്നക്കാരനായിട്ട് വരാറുണ്ട്. അതുപോലെ തീർച്ചയായും പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ മാറിക്കൊണ്ടിരിക്കുന്ന ഫുഡ് കൾച്ചർ, അതുപോലെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചേഞ്ചസ്. ഇതൊക്കെ അസിഡിറ്റിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതേപോലെ തന്നെ സ്ഥിരമായിട്ട് അമിതമായിട്ടുള്ളൊരു മദ്യപാനം ഉള്ള ആളാണെങ്കിലും ചിലപ്പോൾ അസിഡിറ്റി ഒരു പ്രശ്നമായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ സാധാരണയായിട്ട് കാണിക്കുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ വയറിൽ ഉണ്ടാവുന്ന പുകച്ചിൽ, നെഞ്ഞെരിച്ചിൽ, അതുപോലെ കാളിച്ച മുതലായവയൊക്കെ ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ വായിലുണ്ടാവുന്ന ഒരു ആസിഡ് ടേസ്റ്റ്, അതുപോലെ ചിലപ്പോൾ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി തോന്നുക തുടങ്ങിയൊക്കെ അസിഡിറ്റി ഒരു പ്രശ്നമായിട്ട് വരുന്നവർക്ക് കാണപ്പെടുന്ന ലക്ഷണങ്ങളാണ്. അപ്പോൾ എന്താണ് ഇതിന് നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുമ്പോൾ, ഇതിന് ഏറ്റവും പ്രധാനമായിട്ട് നോക്കേണ്ടത് ഭക്ഷണത്തിൽ ക്രമത്തിലുള്ള ടൈം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് സമയത്തിന് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ ചായ, കാപ്പി, സോഫ്റ്റ് ഡ്രിങ്ക്സ് മുതലായവയുടെ ഉപയോഗം മാക്സിമം കുറയ്ക്കുക. ഭക്ഷണത്തിൽ നല്ല രീതിയിൽ ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് മുതലായവ ഉൾപ്പെടുത്തുക. പക്ഷെ അതേസമയം നമ്മൾ സിട്രസ് ഫ്രൂട്ട്സ്, അതായത് പുളിരസമുള്ള രീതിയിലുള്ള ഓറഞ്ച്, മുന്തിരി മുതലായവ ഫുഡിൽ അവോയ്ഡ് ചെയ്യുകയാണ് വേണ്ടത്. അതേപോലെ തന്നെ വെള്ളം നല്ല രീതിയിൽ കുടിക്കാൻ ശ്രദ്ധിക്കുക. ഇത് ദഹനത്തെ മെച്ചപ്പെടുത്താനും അതുപോലെ ആസിഡ് ഉൽപാദനത്തിനെ ക്രമപ്പെടുത്താനും സഹായിക്കുന്നു. നിങ്ങൾ ഹെവി ആയിട്ട് മീൽ കഴിക്കുന്ന ആളാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കുക, തവണ കൂട്ടുക. അത് നല്ല രീതിയിൽ റിസൾട്ട് തരുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഓയില്, അതായത് ഫുഡിൽ കൂടുതൽ ഫ്രൈ ചെയ്തിട്ടുള്ള ഐറ്റംസ്, ഫാറ്റ് കണ്ടന്റ് കൂടുതലുള്ള ഫുഡൊക്കെ കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് മാക്സിമം കുറയ്ക്കുക. അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച ഉടനെ കിടക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ആ ശീലം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഉറങ്ങുന്നതിൻ്റെ, അതായത് ഡിന്നറൊക്കെ കഴിക്കുന്നതിൻ്റെ ഒരു 2.5 മണിക്കൂർ മുന്നേ എങ്കിലും നമ്മൾ ഫുഡ് കഴിച്ചിരിക്കണം. ഇത്രയും ശീലങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.